റിപ്പോർട്ട് ബ്രേക്കിംഗ്. മലപ്പുറത്ത് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നിക്ഷേപം സ്വീകരിച്ച് കോടികളുടെ തട്ടിപ്പ്. സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പ്. 1 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ വരെ വാർഷിക ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. കൊണ്ടോട്ടി അഴിഞ്ഞിലം സ്വദേശി അപ്പുക്കുട്ടനും കുടുംബത്തിനും നഷ്ടമായത് 1-2 അല്ല, 80 ലക്ഷം രൂപയാണ്. പ്രദേശത്തെ ഒരു ഏജന്റ് വഴി മാത്രം 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. കർണാടക ആസ്ഥാനമായുള്ള ഇൻഎവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ്. ഇത് വന്നിട്ട് രവീന്ദ്രനാഥ് എന്ന ഒരാളാണ്, വീടിന്റെ അടുത്തുള്ള ആളാണ്, 2-3 വീട്ട് അടുത്തുള്ള ഒരാളാണ്. അപ്പോൾ അതിന്റെ ആ വിശ്വാസത്തിന്റെ മുകളിലാണ് ഈ കാശ് കൊടുക്കുന്നത്. ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവാണ്. അപ്പം 4-5 ബ്രാഞ്ചുണ്ട്. ബിസിനസ് ആവശ്യമായപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ ഡെപ്പോസിറ്റ് ആയിട്ട് അവർ സ്വീകരിച്ച് നമുക്ക് വലിയ എമൗണ്ട് ഇൻട്രസ്റ്റ് തരാമെന്നുള്ള ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത വീട്ടുകാരനായതുകൊണ്ട് നമുക്ക് അത്രയും വിശ്വാസമായിപ്പോയി. 6 ലക്ഷം റുപ്യ ഞങ്ങൾ വൈഫിന്റെ പേരിലിട്ടത്, 66 ലക്ഷം റുപ്യോളം ഫാദറിലും വിട്ടു. പിന്നെ അയാളിപ്പോ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കൂല, വീട്ടിൽ പോയാൽ വീട്ടിലുണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി പ്രായമായ അച്ഛനാണ് അയാള് ഇങ്ങനെ തരും എന്നും പറഞ്ഞ് അച്ഛൻ അത് അനുസരിച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ അച്ഛന്റെ പേരിലാവുമ്പോൾ ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അങ്ങനെ ഇട്ടതായിരുന്നു ബാങ്കില്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും നേരിട്ടൊരു കേസ് പുറത്തേക്ക്, ഇനി ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അഷ്കർ, വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവരെ പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? ഇവരാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? അഷ്കർ, അരുൺ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ, തിരൂര് ഉൾപ്പെടെയുള്ള കൊണ്ടോട്ടി അക്രപ്പുഴ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങാനെന്ന വ്യാജേന ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ജില്ലയിൽ നിന്ന് സമാഹരിച്ചിരിക്കുന്നത്. ഏകദേശം 100 കോടിയിലധികം രൂപ ഈ സംഘം മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം സമാഹരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ ആദ്യഘട്ടത്തിൽ അതിൽ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയൊക്കെ കൊടുത്ത ആളുകളുണ്ട്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുമുണ്ട്. ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത പണമാണ് ഇപ്പോൾ ഈ സംഘം തട്ടിയിരിക്കുന്നത്. അഥവാ ഈ ഇൻവെറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് കർണാടക ആസ്ഥാനമായി രജിസ്ട്രേഷൻ ചെയ്ത ഒരു കമ്പനിയാണ്. ഈ കമ്പനിയാണ് AD സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ. നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം 2,500 രൂപ മുതൽ 3,000 രൂപ വരെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം സ്വീകരിച്ചത്. ഇത് വിശ്വസിച്ചുകൊണ്ട് 100 കണക്കിന് ആളുകൾ പണം നിക്ഷേപിക്കുകയും ചെയ്തു. ആ നിക്ഷേപിച്ച പണം മുഴുവൻ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഈ സൂപ്പർ മാർക്കറ്റുകൾ മുഴുവൻ അടച്ചുപൂട്ടുകയും ചെയ്തു. അതിൽ കൂടുതൽ ആളുകൾ പ്രവാസികളടക്കമുള്ളവർ, സാധാരണക്കാരായ ആളുകളാണ് ഇതിൽ കൂടുതലും പണം നിക്ഷേപിച്ചത്. സ്വന്തം വീട് പണയം വെച്ച് പണം നൽകിയ ആളുകളടക്കമുണ്ട്. അവരുടെയൊക്കെ തന്നെ പണം നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണവും നഷ്ടമായ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുണ്ടായിരുന്നത് തുഞ്ചത്ത് ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന സ്വർണ്ണ സ്ഥാപനത്തിന്റെ വ്യാപാര സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ആ തട്ടിപ്പ് നടന്നത്. അതേ സംഘം തന്നെയാണ് ഇതിന് പിന്നിലും പ്രവർത്തിച്ചതെന്നാണ് ഈ നിക്ഷേപകർ പറയുന്നത്. ഇപ്പോൾ അതിന്റെ ഡയറക്ടർ ബോർഡുകളായും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായും ഒക്കെ തന്നെ ബിനാമികൾ വെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തി. മാത്രമല്ല 3ാമതൊരു കമ്പനി കൂടി രൂപീകരിച്ച് അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം കൂടി ഈ സംഘം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ 30% വരെ ലാഭവിഹിതം കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കമ്പനികൾ വരിക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലവിൽ ബാങ്ക് നിരക്കിനേക്കാളും അപ്പുറത്തേക്ക് ഒരു വലിയ നിരക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരാൾ വന്നാൽ അവരെ പൂർണ്ണമായും നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പണം പോക്കാം.